ഇന്ന് നമ്മളിവിടെ ഒരു പവർ ബാങ്കാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വൈഫൈ മോഡം അല്ലെങ്കിൽ വൈഫൈ റൗട്ടർ ഇതൊക്കെ കറണ്ട് പോയാലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പവർ ബാങ്ക്. ഇതിന് പല പേര് പറയുന്നുണ്ട്, വൈഫൈ UPS അല്ലെ പവർ ബാങ്ക് അല്ലെങ്കിൽ ബാറ്ററി ബാങ്ക്. അപ്പോൾ ഫുൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഇങ്ങനെ ഒരു പവർ ബാങ്ക് എങ്ങനെയാണ് കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു പവർ ബാങ്ക് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് ചിലവായത് 219 രൂപയാണ്. അതുപോലെ നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ UPS അല്ലെങ്കിൽ ഈ ഒരു ബാറ്ററി ബാങ്ക് ഇത് ചാർജ് ചെയ്യാൻ നമുക്ക് വേറെ ചാർജറൊന്നും മേടിക്കേണ്ട. നിലവിൽ നമ്മുടെ ഇരിക്കുന്ന റൗട്ടറോ അല്ലെങ്കിൽ മോഡം വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു അഡാപ്റ്റർ തന്നെ ഉപയോഗിച്ചാൽ മതി. അതുപോലെ ചാർജ് ഫുൾ ആകുമ്പോൾ ഓഫ് ആക്കുക അങ്ങനെയൊന്നും വേണ്ട, ഫുൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തോളൂ. അതുപോലെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ബാറ്ററി ബാങ്കിൽ നമുക്ക് വേണേൽ കറണ്ടൊക്കെ പോകുന്ന സമയത്ത് ചെറിയ 12 വോൾട്ടിൻ്റെ ബൾബും തെളിക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നും ഓരോന്നിൻ്റെ വിലയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതുണ്ടാക്കാനും വലിയ പാടൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാമെന്നുള്ളൂ. ഒരു സോൾഡറിങ് ചെയ്യാൻ മാത്രം മതി. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബാറ്ററി ബാങ്ക് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമേ നോക്കേണ്ടത് നമ്മുടെ അഡാപ്റ്ററാണ്. അഡാപ്റ്ററിൻ്റെ ഔട്ട്പുട്ട് വോൾട്ട് നോക്കുക. ചിലത് 5 വോൾട്ട് ആയിരിക്കും, ചിലത് 12 വോൾട്ട് ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന 12 വോൾട്ടിൻ്റെ റൗട്ടർ അല്ലെങ്കിൽ വൈഫൈ മോഡൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററി ബാങ്കാണ്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ 3.7 വോൾട്ടിൻ്റെ 3 ലിഥിയൻ ബാറ്ററി, പിന്നെ 12 വോൾട്ടിൻ്റെ BMS ബോർഡ്, പിന്നെ DC ഫീമെയിലും മെയിലും 2 സോക്കറ്റും 2 പിന്നും വേണം. പിന്നെ ഇതിൻ്റെ എല്ലാം കണക്ഷൻ കൊടുക്കാനായിട്ട് കുറച്ച് വയറും. ഓരോന്നിൻ്റെയും വിലയും ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ മിക്കവാറും എല്ലാ റൂട്ടറുകൾക്കും അതുപോലെ വൈഫൈ മോഡത്തിനും അതിൻ്റെ അഡാപ്റ്ററിൻ്റെ എൻഡിൽ വരുന്ന ഇതുപോലത്തെ ഒരു മെയിൽ പിന്നായിരിക്കും. നമുക്ക് ഇതുപോലത്തെ 2 മെയിൽ പിന്നും 2 ഫീമെയിൽ സോക്കറ്റുമാണ് ആവശ്യം. അപ്പോൾ ഈ ഒരു ടൈപ്പ് മെയിൽ പിന്നിന് 10 രൂപയും ഈ ഒരു ഫീമെയിൽ സോക്കറ്റിന് 15 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ കണക്ഷനും വീഡിയോയുടെ ലാസ്റ്റ് കറക്റ്റായിട്ട് കാണിക്കാം. പിന്നെ വേണ്ടത് 12 വോൾട്ട് 3Hൻ്റെ BMS ബോർഡാണ്. അപ്പോൾ ഇതുപോലത്തെ BMS ബോർഡ് നമുക്ക് കടകളിലും അതിൽ ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. ഓൺലൈനായിട്ടായിരിക്കും വിലക്കുറവ്. ഈ ബോർഡിനൊക്കെ 69 രൂപയാണുള്ളൂ. ഇത് ഞാൻ മേക്കർ ബസാറിൽ നിന്ന് മേടിച്ചാണ്. കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ റേറ്റ് കൂടുതലായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 12 വോൾട്ടിൻ്റെ BMS ബോർഡ് നമുക്ക് 5 ആമ്പിയറുള്ളത് മുതലാണ് കിട്ടുന്നത്. ഇത് 20 ആമ്പിയറിൻ്റെയാണ്. 20 ആമ്പിയറിൻ്റെ ബോർഡ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പാക്കപ്പുള്ള ബാറ്ററി പാക്ക് ഉണ്ടാക്കാം. അതുപോലെ ചെറിയ 12 വോൾട്ടിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ കൂടിയ ആമ്പിയറിൻ്റെ ബോർഡ് വെച്ച് നടത്തുന്ന വേറെ കംപ്ലൈൻറ്റും വരില്ല. അപ്പോൾ നമ്മൾ ലിഥിയം ബാറ്ററി ഉപയോഗിച്ച് ബാറ്ററി പാക്ക് ഉണ്ടാക്കുമ്പോൾ നിർബന്ധമായിട്ട് ഇങ്ങനെയുള്ള BMS ബോർഡ് ഉപയോഗിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള BMS ബോർഡ് ഉപയോഗിക്കുന്നത് ലിഥിയം ബാറ്ററി ഓവർ ചാർജ് ആവാതിരിക്കാനും അതുപോലെ ഓവറായിട്ട് ഡിസ്ചാർജ് ആവാതിരിക്കാനും അതുപോലെ നമ്മുടെ ബാറ്ററി പാക്കിൻ്റെ ഔട്ട്പുട്ട് ഷോർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആൻ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ ബോർഡിന് മേക്കർ ബസാറിൽ 69 രൂപയ്ക്കുള്ളൂ, ആമസോണിൽ 99 രൂപയ്ക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള BMS ബോർഡ് നിങ്ങൾ ഓൺലൈനായിട്ടാണ് മേടിക്കണമെങ്കിൽ 12 വോൾട്ട് 3S ഓൺലൈനായിട്ട് അടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ 5 ആമ്പിയറിൻ്റെയും 10 ആമ്പിയർ 20 ആമ്പിയർ അങ്ങനെയുള്ള ബോർഡുകൾ കിട്ടും. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ആവശ്യം ഇങ്ങനത്തെ ഒരു ബോക്സാണ്. ഇത് 4x4 PVC ബോക്സാണ്. ഈ ഒരു ബോക്സിന് 30 രൂപയാണ്. ഇലക്ട്രിക് കടയിലൊക്കെ ചോദിച്ചാൽ മതി. ഇങ്ങനെയുള്ള PVC ബോക്സ് നമുക്ക് കിട്ടും. 6x4 ഉണ്ട്, 4x4 ഉണ്ട്. ചെറിയ 12 വോൾട്ടിൻ്റെ ബാറ്ററി പാക്കിനൊക്കെ ആണെങ്കിൽ 4x4 പ്ലെയിൻ ബോക്സ് മേടിച്ചാൽ മതി ഇങ്ങനത്തെ. പിന്നെ നമുക്ക് ആവശ്യം 3.7 വോൾട്ടിൻ്റെ ലിഥിയൻ ബാറ്ററിയാണ്. അപ്പോൾ 12 വോൾട്ടിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ ഇങ്ങനത്തെ മിനിമം വേണ്ടത് 3 ബാറ്ററിയാണ്. കൂടുതൽ പാക്കിപ്പുള്ള ബാറ്ററി പാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ 6 ബാറ്ററി, അതുപോലെ തന്നെ 9 ബാറ്ററി, 12 ബാറ്ററി ഇങ്ങനെയാണ് എണ്ണം കൂട്ടേണ്ടത്. അത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ അവസാനം കാണിച്ചത്. നമുക്ക് 12 വോൾട്ടിൻ്റെ ലിഥിയൻ ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്നു ബാറ്ററിയുടെ കാര്യത്തിലാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഒന്നെങ്കിൽ പുതിയ ബാറ്ററി മേടിച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ പഴയ ബാറ്ററി ഉപയോഗിക്കാം. അതായത് ലാപ്ടോപ്പിൻ്റെയൊക്കെ ബാറ്ററി പാക്ക് കളക്ട് ചെയ്ത് അതിലെ ബാറ്ററി എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. ലാപ്ടോപ്പൊക്കെ സർവീസിന് ഷോപ്പിൽ ചെല്ലുവാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ബാറ്ററി പാക്ക് കുറഞ്ഞ റേറ്റിൽ കിട്ടും. ഇതെനിക്ക് 70 രൂപയ്ക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററി പാക്കിൻ്റെ ഉള്ളിൽ ലിഥിയൻ ബാറ്ററി ഉണ്ട്. ആ ഒരു ബാറ്ററി ഉപയോഗിച്ചാണ് ഞാനിന്നിവിടെ ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്നത്. പുതിയ ലിഥിയൻ ബാറ്ററിക്ക് ഒരെണ്ണത്തിന് 140 രൂപയ്ക്കാണ് 2000 mAh. കുറഞ്ഞ ചിലവിൽ 12 വോൾട്ടിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗം ഇത് തന്നെയാണ്. പഴയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി പാക്ക് മേടിക്കുക, എന്നിട്ട് അതിൽ ബാറ്ററി എടുക്കുക. അതുപോലെ ഇതിൻ്റെ കവർ ഇങ്ങനെ പൊളിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള സെല്ലുകൾക്ക് ഡാമേജ് വരാതെയും വേണം പൊളിച്ചെടുക്കാൻ. അതുപോലെ ഇങ്ങനെയുള്ള പഴയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി പാക്കിൽ എല്ലാ ബാറ്ററിയൊന്നും ഡാമേജ് ആയിരിക്കില്ല. 1-2 ബാറ്ററിക്ക് ആയിരിക്കും ഡാമേജ് ആവുള്ളൂ. ചില ബാറ്ററി പാക്കിലെ BMS ബോർഡ് ആയിരിക്കും ഡാമേജ്. ബാറ്ററി എല്ലാം നല്ലതായിരിക്കും. അപ്പോൾ ഇനി ബാറ്ററി എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോ ബാറ്ററി ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കണം നല്ല ബാറ്ററി ഏതൊക്കെയാണ്. അങ്ങനെ ഞാനിവിടെ എല്ലാ ബാറ്ററിയും സെപ്പറേറ്റ് ആയിട്ട് എല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ബാറ്ററിയും സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിൻ്റെയും വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ ഇങ്ങനെ വോൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ചില ബാറ്ററിയിൽ തീരെ വോൾട്ട് കാണിക്കില്ല, കുറേ നാളായിട്ട് ചാർജ് ചെയ്യാത്ത ബാറ്ററി ആയതിനാൽ. അപ്പോൾ ഇങ്ങനെ മീറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പം വോൾട്ടൊന്നും കാണിച്ചില്ലെങ്കിൽ ആ ഒരു ബാറ്ററി ഡാമേജ് ആണെന്ന് കരുതി കളയാൻ നിൽക്കരുത്. തീരെ ചാർജ് ഇല്ലാത്ത ബാറ്ററി ആണെങ്കിൽ ഒന്ന് ചാർജ് ചെയ്ത് നോക്കുക, എന്നിട്ട് വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ടും വോൾട്ടൊന്നും കാണിക്കുന്നില്ലെങ്കിൽ ആ ഒരു ബാറ്ററി മാറ്റി വെക്കുക. ഞാനിവിടെ മൊത്തത്തിൽ 6 ബാറ്ററി ആയിരുന്നു എടുത്ത്. 6 ബാറ്ററിയിൽ 5 ബാറ്ററിയിൽ ഏകദേശം 4 വോൾട്ടിനടുത്ത് കാണിക്കുന്നുണ്ട്. ഒരു ബാറ്ററിയിൽ മാത്രമാണ് വോൾട്ടൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഇവിടെ നമുക്ക് 70 രൂപ ചിലവിൽ 2200 mAh ഉള്ള 5 ബാറ്ററികളാണ് കിട്ടിയേക്കുന്നത്. ഇനി 5 ബാറ്ററിയിൽ നമുക്ക് 3 ബാറ്ററിയാണ് 12 വോൾട്ടിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുകയുള്ളൂ, അല്ലെങ്കിൽ 6 ബാറ്ററി വേണമായിരുന്നു. അതുപോലെ ഞാൻ ഈ ഒരു ബോക്സിൽ 2 സോക്കറ്റും ഇതുപോലെ ഹോൾ ഇട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ 2 ഫീമെയിൽ സോക്കറ്റിൻ്റെയും കണക്ഷൻ സെയിം തന്നെയാണ്. രണ്ടും ഒരുമിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇതുപോലെ 2 സോക്കറ്റ് കൊടുത്തതിൻ്റെ കാരണം പറയാം. ഒന്ന് നമുക്ക് വൈഫൈ റൂട്ടറിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യാനും, ഒന്ന് വൈഫൈ റൂട്ടറിൻ്റെ അഡാപ്റ്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോക്കറ്റാണ്. അതുപോലെ ഈ ഒരു ബോക്സിൽ ഞാൻ ആദ്യമേ ഹോൾ ഇട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പാളിപ്പോയായിരുന്നു. അതാണ് ഈ സൈഡിൽ കാണുന്നൊരു ഹോൾ.
അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഈ 3 ബാറ്ററി വെച്ചാണ് 12 വോൾട്ടിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ 12 വോൾട്ട് 2200 mAh ബാറ്ററിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 12 വോൾട്ട് ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് മിനിമം വേണ്ടത് 3 ബാറ്ററിയാണ്. കൂടുതൽ ബാക്കിപ്പെടണമെങ്കിൽ ഇതുപോലെ 3 ബാറ്ററി കൂടി ആഡ് ചെയ്യേണ്ടി വരും. ഇതുപോലെ 3, 6, 9, 12 എന്നീ രീതിയിലാണ് നമ്മൾ ബാറ്ററി കൂടുതൽ ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ വൈഫൈ മോഡം അല്ലെങ്കിൽ വൈഫൈ റൂട്ടർ ഇതൊക്കെ വർക്ക് ചെയ്യാൻ നമുക്ക് ഇതുപോലെ ഒരുപാട് വലിയ ബാറ്ററി പാക്കിൻ്റെ ആവശ്യമില്ല. ഇതുപോലത്തെ 3 ബാറ്ററി മതിയാവും. അതുപോലെ ചിലരൊക്കെ ഇതുപോലെ ലിഥിയം ബാറ്ററിയിൽ വയർ സോൾഡർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പിടിക്കുന്നില്ലെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ മതി. ആദ്യമേ നമ്മൾ ബാറ്ററിയിലേക്ക് കുറച്ച് പേസ്റ്റ് അപ്ലൈ ചെയ്യുക. ഇതിന് വലിയ പവർ കൂടിയ സോൾഡറിംഗ് ആണെന്നും വേണ്ട, 25 വാട്ട്സിൻ്റെ സോൾഡറിംഗ് ആയാൽ മതി. സോൾഡറിംഗ് ആയാലും കുറച്ച് ലെഡ് ഉരുക്കി എടുക്കുക. അത് കഴിഞ്ഞ് ഈ രീതിയിലൊന്ന് പതിയൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. വേഗം തന്നെ ഈ ഒരു ബാറ്ററിയിൽ ലെഡ് പിടിക്കും. അപ്പോൾ ഒരുപാട് നേരം ഇതിൻ്റെ ബാറ്ററിയുടെ പോസിറ്റീവിലും നെഗറ്റീവിലും കുത്തിപ്പിടിക്കരുതായും. അപ്പോൾ ലിഥിയം ബാറ്ററിയിൽ സോൾഡർ ചെയ്യുമ്പം ഈ രീതിയിൽ ചെയ്താൽ മതി. ആദ്യം നമുക്ക് സോൾഡർ ചെയ്യേണ്ട പോയിന്റ് എവിടെയാണോ അവിടെ കുറച്ച് സോൾഡറിംഗ് പേസ്റ്റ് ചേർക്കുക. അത് കഴിഞ്ഞ് അയണിൽ കുറച്ച് ലെഡ് ഉരുക്കി എടുക്കുക. എന്നിട്ട് ബാറ്ററിയിൽ പേസ്റ്റ് വെച്ച് ആ ഒരു ഭാഗത്ത് ഇതുപോലെ പതിയൊന്ന് കറക്കി കൊടുത്താൽ മതി. വേഗം തന്നെ ലെഡ് കറക്റ്റായിട്ട് പിടിക്കും. ഞാനിവിടെ ഉപയോഗിച്ച സോൾഡറിംഗ് ആണ്, അതും വേറെ വലിയ പവർ കൂടിയൊന്നുമല്ല, 25 വാട്ട്സിൻ്റെ സോൾഡറിൻ്റെ സോൾഡറിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ 3 ബാറ്ററിയിലും നമ്മൾ വീഡിയോയിൽ കാണിച്ച അതേ രീതിയിൽ തന്നെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 3 ബാറ്ററി നമുക്ക് ടോർച്ചിനൊക്കെ ബാറ്ററി ഇടുന്ന അതേ ഒരു സെറ്റപ്പിൽ കണക്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ മനസ്സിലാൻ വേണ്ടിയിട്ടാണോ ഈ രീതിയിൽ ചെയ്ത് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ചെറിയ ഇതുപോലത്തെ 2 വയർ പീസും വേണം. ഇപ്പോൾ ഇവിടെ ഞാൻ 3 ബാറ്ററി ഇതേ രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ബാറ്ററിയിലും പോസിറ്റീവ് നെഗറ്റീവും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഏറ്റവും അടിയിരിക്കുന്ന ഈ ഒരു ബാറ്ററിയാണ് B1, സെൻറ്ററിലെ B2, ഏറ്റവും ടോപ്പിലിരിക്കുന്ന ബാറ്ററി B3. നമ്മൾ ടോർച്ചിനൊക്കെ ബാറ്ററി ഇടുന്ന അതേ രീതിയിലാണ് ഇതുപോലെ കണക്ട് ചെയ്യേണ്ടത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് 4 വയർ കൂടി കണക്ട് ചെയ്യാനുണ്ട് ഓരോ പോയിന്റിൽ നിന്നും. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ 6 ബാറ്ററി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കൂടുതൽ ബാറ്ററി ആഡ് ചെയ്യുന്നത് ഇതിപ്പോൾ 3 സെറ്റ് ബാറ്ററി ആയിട്ട് കരുതുക. അപ്പോൾ ഈ 3 സെറ്റിലും ഒരേപോലെ നമ്പർ ബാറ്ററികൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ ഞാൻ B1ലും B2ലും മാത്രമാണ് 2 ബാറ്ററി ആഡ് ചെയ്തിട്ടുള്ളൂ. B3യിൽ ബാറ്ററി ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കൊടുത്താലും കൂടുതൽ ബാക്കപ്പ് കിട്ടില്ല. കൂടുതൽ ബാക്കപ്പ് കിട്ടണമെങ്കിൽ 3 സെറ്റിലും ഒരേപോലെ എണ്ണം ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ ബാക്കപ്പ് കിട്ടുള്ളൂ. 1, 2 സെറ്റ് ബാറ്ററിയിൽ മാത്രം ബാറ്ററിയുടെ എണ്ണം കൂട്ടിയിട്ട് കാര്യമില്ല. 3 സെറ്റിലും ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ ബാറ്ററിയുടെ ഏച്ചും അതുപോലെ ബാക്കപ്പും കൂടുതൽ കിട്ടുള്ളൂ. അതുപോലെ 9 ബാറ്ററി ഉണ്ടെങ്കിൽ ഈ രീതിയിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഒരു സെറ്റിലുള്ള ബാറ്ററിയുടെ 3 എണ്ണത്തിൻ്റെയും പോസിറ്റീവ് ഒരുമിച്ച് ജോയിൻ ചെയ്യുക, നെഗറ്റീവും ഒരുമിച്ച് ജോയിൻ ചെയ്യുക. രണ്ടാമത്തെ സെറ്റ് ബാറ്ററിയുടെയും അതേ രീതിയിൽ 3 ബാറ്ററിയുടെയും നെഗറ്റീവ് ഒരുമിച്ച് ജോയിൻ ചെയ്യുക, 3 ബാറ്ററിയുടെയും പോസിറ്റീവ് ഒരുമിച്ച് ജോയിൻ ചെയ്യുക. ഇതുപോലെ തന്നെ മൂന്നാമത്തെ സെറ്റിൻ്റെയും അതേ രീതി തന്നെ കണക്ട് ചെയ്യുക. ഇതിൻ്റെ ഒരു ഡയഗ്രാം കൂടി വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം. ഇനി ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ. അതുപോലെ നമ്മളിങ്ങനെ ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന BMS ബോർഡ് ആംബിയർ കൂടിയതാണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ബാറ്ററിയുടെ എണ്ണവും കൂട്ടാവുള്ളൂ. ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് 20 ആംബിയറിൻ്റെ ബോർഡാണ്. ഈ ഒരു ബോർഡിൽ നമുക്ക് മാക്സിമം ഒരു സെറ്റിൽ 5 ബാറ്ററി അല്ലെങ്കിൽ 6 ബാറ്ററി വരെ കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാറ്ററി BMS ബോർഡും തമ്മിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും അടിയിലുണ്ടായിരുന്ന ഈ ഒരു ബാറ്ററിയുടെ നെഗറ്റീവിൽ നിന്നും നമ്മൾ വയർ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വയർ ബോർഡിൽ കണക്ട് ചെയ്യേണ്ടത് 0 വോൾട്ട് എന്നറിയാക്കുന്ന ഈ ഒരു പോയിന്റിലാണ്. ചില ടൈപ്പ് BMS ബോർഡിൽ B- എന്നായിരിക്കും കൊടുത്താക്കുന്നത്. അടുത്തതായിട്ട് ഒന്നാമത്തെ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നൊരു വയർ കണക്ട് ചെയ്ത് BMS ബോർഡിൽ 4.2 വോൾട്ട് എന്നറിയാക്കുന്ന ആ ഒരു പോയിന്റിലേക്കാണ് അടുത്തായിട്ട് വയർ കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ബോർഡും ബാറ്ററിയും നമ്മൾ ഈ രീതിയിൽ 2 വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം വീഡിയോ ലാസ്റ്റ് കൊടുത്തേക്കാം കുറച്ചും ക്ലിയർ ആയിട്ട്. ഇനി അടുത്തായിട്ട് രണ്ടാമത്തെ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നും ഒരു വയർ കൂടി കണക്ട് ചെയ്ത് BMS ബോർഡിലെ 8.4 വോൾട്ട് എന്നറിയാക്കുന്ന പോയിന്റിലേക്കാണ് സോൾഡർ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മളിപ്പോൾ 3 വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മുടെ മൂന്നാമത്തെ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നും ഒരു വയർ കണക്ട് ചെയ്ത് BMS ബോർഡിൽ 12.6 വോൾട്ട് എന്നറിയാക്കുന്ന പോയിന്റിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 4 വയറാണ് നമുക്ക് ബാറ്ററിയിൽ നിന്നും BMS ബോർഡിലേക്ക് കണക്ട് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഔട്ടും ഇന്നും എടുക്കാൻ വേണ്ടിയിട്ട് BMS ബോർഡിൽ ഈ ഒരു പ്ലസ് മൈനസ് ഇതിലേക്ക് 2 വയർ കണക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു 2 പോയിന്റിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ബാറ്ററിയുടെ ഔട്ട്പുട്ട് എടുക്കാനും അതുപോലെ തന്നെ ചാർജ് ചെയ്യാനും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വയറെല്ലാം കണക്ട് ചെയ്ത് ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബോക്സിൽ പിടിപ്പിച്ചാകുന്ന ഈ 2 സോക്കറ്റിൻ്റെയും പോസിറ്റീവ് ഒരുമിച്ച് ജോയിൻ ചെയ്യണം, 2 സോക്കറ്റിൻ്റെയും നെഗറ്റീവ് ഒരുമിച്ച് ജോയിൻ ചെയ്യണം. ഇനി ഇങ്ങനെയുള്ള സോക്കറ്റിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും അറിയില്ലാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. 3 പിന്നുകളാണുള്ളത്. സെൻറ്ററിൽ ഈ ഒരു പിന്നിൽ കണക്ഷനൊന്നും കൊടുക്കണ്ട. ഇതിൽ വലിയ വീതിയിൽ കാണുന്ന ഈ ഒരു പിന്നാണ് പോസിറ്റീവ്, അതുപോലെ സൈഡിലായിട്ട് കാണുന്ന അത് നെഗറ്റീവ്. അപ്പോൾ ആ രീതിയിൽ നമ്മളിവിടെ 2 സോക്കറ്റും കപ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. 2 സോക്കറ്റുകളുടെയും നെഗറ്റീവ് ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്, 2 സോക്കറ്റിൻ്റെയും പോസിറ്റീവ് ഒരുമിച്ച് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സോക്കറ്റിലേക്ക് നമ്മുടെ BMS ബോർഡിൻ്റെ അതിൽ നിന്ന് എടുത്തേക്കുന്ന പ്ലസ് മൈനസ് ഇത് കറക്റ്റായിട്ട് ഈ സോക്കറ്റുകളിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ കണക്ഷൻ ഏകദേശം എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിയൊക്കെ നമുക്ക് ഒതുക്കി ചേർത്തൊട്ടിച്ച് അതിനായിട്ട് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ മാസ്കിൻ ടേപ്പ് എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് ഈ കാണുന്ന പോലെ ചെറിയൊരു കപ്ലിംഗ് പിന്നും കൂടി വേണം. നമ്മളുണ്ടാക്കിയെടുത്തേക്കുന്ന ഈ ഒരു ബാറ്ററിയും അതുപോലെ റൂട്ടറോ അല്ലെങ്കിൽ വൈഫൈ മോഡം കണക്ട് ചെയ്യാനുള്ള. അപ്പോൾ ഇതുപോലത്തെ പിന്നിൻ്റെ പോസിറ്റീവ് കാണുന്ന പോയിന്റും ഈ ഒരു വലിയ പിന്നാണ് നെഗറ്റീവ്. അപ്പോൾ ഇതുപോലത്തെ 2 പിന്ന് മേടിച്ച് പോസിറ്റീവും 2 പിന്നുകളിലെ പോസിറ്റീവ് ഒരുമിച്ച് ജോയിൻ ചെയ്യുക, 2 പിന്നുകളിലെ നെഗറ്റീവ് ഒരുമിച്ച് ജോയിൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കുന്ന കപ്ലിംഗ് കേബിളാണിത്.
ഇനി അടുത്തായിട്ട് ഞാൻ ഈ ഒരു ബോക്സിലേക്ക് ബാറ്ററികൾ 3 അതുപോലെ തന്നെ BMS ബോർഡും ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയുള്ള പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ അടപ്പും കൂടി ഇട്ടെന്ന് സ്ക്രൂ ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ 4x4 ബോക്സാണ് മേടിക്കുന്നതെങ്കിൽ നമുക്കിതുപോലെ 6 ബാറ്ററി വെച്ചുണ്ടാക്കാൻ പറ്റും. അതിനുള്ള സ്പേസ് ഈ ഒരു ബോക്സിനുണ്ട്. പിന്നെ വയറും ഇത്ര നീളത്തിൽ ഇടേണ്ട കാര്യമില്ലായിരുന്നു. ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കുറച്ച് നീളത്തിലുള്ള വയർ ഉപയോഗിച്ചത്. അപ്പോൾ നമുക്ക് റൂട്ടറിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. കപ്ലിംഗ് കേബിളിൻ്റെ ഒരു എൻ്റെ ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, മറ്റേ എൻ്റെ നമ്മൾ റൗട്ടറിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റൗട്ടറും ഓണായി വന്നിട്ടുണ്ട്. ഇപ്പോൾ സംഭവം ഓക്കെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കവറൊക്കെ ഇട്ടെന്ന് സെറ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോക്സ് മേടിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പണിയും എളുപ്പമുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൗട്ടറിൻ്റെ അഡാപ്റ്റർ കറണ്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. റൗട്ടറിൻ്റെ പിന്ന് നമ്മൾ ഈ ഒരു ബാറ്ററിയിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. ബാറ്ററിയിൽ നിന്ന് കപ്ലിംഗ് കേബിൾ ഉപയോഗിച്ച് ഈ റൗട്ടറും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൗട്ടറിൻ്റെ അഡാപ്റ്റർ വഴി നമ്മുടെ ഈ ഒരു ബാറ്ററി ചാർജ് ആയിരിക്കും. അപ്പോൾ കറണ്ട് പോയാലും നമ്മുടെ റൗട്ടർ ഓഫ് ആവില്ല. റൗട്ടർ അല്ലെങ്കിൽ വൈഫൈ മോഡം ഓഫ് ആവില്ല. ഇപ്പോൾ ഈ ഒരു റൗട്ടർ വർക്ക് ചെയ്യുന്നത് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് ഈ ഒരു ബാറ്ററിയിലൂടെയാണ്. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ കറണ്ട് പോയാലും നമുക്ക് വൈഫൈക്ക് ഒരു തടസ്സവും കൂടാതെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ഒരു അഡാപ്റ്റർ ഉപയോഗിക്കാതെ നമുക്കിത് ഫുള്ളായിട്ട് സോളാറിൽ തന്നെ വർക്ക് ചെയ്യുന്ന രീതിയിലേക്കും ചെയ്യാൻ പറ്റും. അതായത് സോളാർ പവറിൽ ചാർജ് ചെയ്യുന്ന ബാറ്ററിയിലൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫുൾ ടൈം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി വലിയൊരു ബാറ്ററി പാക്ക് വേണ്ടി വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നമ്മൾ പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം. അതിൽ ഇന്ന് ഞാനിവിടെ 3 ബാറ്ററി ഉപയോഗിച്ചാണ് 12 വോൾട്ടിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ചെറിയൊരു അഡാപ്റ്ററിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. കൂടുതൽ ബാറ്ററി ഉപയോഗിച്ചുള്ള ബാറ്ററി പാക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ വേറെ അഡാപ്റ്റർ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ വലിയ ബാറ്ററി പാക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 12 വോൾട്ട് 2 ആമ്പിയറിൻ്റെ അഡാപ്റ്റർ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ റൗട്ടർ നമുക്ക് വേറെ എവിടെയെങ്കിലും മാറ്റി വെച്ച് ഉപയോഗിക്കാം. എങ്ങോട്ടെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഈ റൗട്ടർ ഈ രീതിയിൽ വർക്ക് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാം നെയിമും അതുപോലെ നമ്മുടെ ചാനൽ നെയിം സെയിം തന്നെയാണ്. അതുപോലെ BMS ബോർഡ് അതുപോലെ ബാറ്ററി മേടിക്കാനുള്ള ലിങ്ക് അതും നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.